ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്തെന്ന് കോടതി ആരാഞ്ഞു. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാരാഞ്ഞ ഹൈക്കോടതി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേയെന്നും ചോദ്യമുന്നയിച്ചു. മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ? പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ? മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപ്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട്. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സമാന നിലപാടാണ് വനിതാ കമ്മീഷനും ഇന്ന് സ്വീകരിച്ചത്. കൃത്യമായിട്ട് പരാമർശങ്ങൾ അവർ തെളിവുകൾ സഹിതം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ തെളിവുകൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ട് നടപടികൾ ഉണ്ടാവണം എന്ന് ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ, ഇതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരാതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആർക്കാണോ പരാതി പറയാനുള്ളത് ആ പരാതി സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതി സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതേസമയം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.